പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനെ വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യാസൂത്രകൻ ഹാഷിം മൂസ എന്ന മൂസ സുലൈമാനെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വധിച്ചത്. ദശിഗാമിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഇയാൾ ഉൾപ്പെടെ 3 ഭീകരരെ വകവരുത്തിയത്. 14 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിലായിരുന്നു ഭീകരർക്കെതിരായ സൈന്യത്തിന്റെ നടപടി. ഇവരുടെ ആശയവിനിമയം സൈന്യം പിന്തുടരുകയായിരുന്നു. ചൈനീസ് നിർമ്മിത സാറ്റലൈറ്റ് ഫോണുകളാണ് ഭീകരർ ഉപയോഗിച്ചിരുന്നത് എന്ന വിവരവും പുറത്ത്. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, വിശദാംശങ്ങൾ. ശ്രീനഗറിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ ദച്ചിഗാം വനമേഖലയിൽ സൈന്യം നടത്തിയ ഓപ്പറേഷൻ മഹാദേവിലാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനും ആ കുറ്റകൃത്യത്തിൽ നേരിട്ടിടപെടുകയും ചെയ്തിട്ടുള്ള ഭീകരൻ ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസയെ സൈന്യം വധിച്ചിട്ടുള്ളത്. കൂടാതെ മറ്റു 2 പാകിസ്ഥാൻ ഭീകരരെയും വധിച്ചു. 3 ലഷ്കർ ഇ തൊയ്ബ ഭീകരരെയാണ് ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വകവരുത്തിയിട്ടുള്ളത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ രാജ്യത്തിന്റെ പൗരന്മാരെ മതം ചോദിച്ചുകൊണ്ട് നെറ്റിയിലേക്ക് വെടിയുതിർത്തിട്ടുള്ള ഭീകരർ എവിടെ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ മഹാദേവ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് ഏറ്റവും സുരക്ഷിത കേന്ദ്രമെന്ന് ഭീകരരും പാകിസ്ഥാൻ സൈന്യവും കരുതിയിരുന്ന ഭീകര കേന്ദ്രങ്ങളിൽ പോലും മിസൈൽ വർഷിച്ചുകൊണ്ട് ഭാരതം മറുപടി നൽകിയിരുന്നു. അപ്പോഴും ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവർ, നമ്മുടെ പൗരന്മാർക്കിടെ നെറ്റിയിലേക്ക് വെടിയുതിർത്ത ഭീകരർ എവിടെ എന്ന ചോദ്യം ബാക്കിയായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ സൈന്യം ജമ്മു കാശ്മീരിലുടനീളം നടത്തുകയും ഒരു കാരണവശാലും അതിർത്തി കടന്നു പോകാൻ അനുവദിക്കാത്ത തരത്തിലുള്ള നിരീക്ഷണം അതിർത്തി മേഖലയിൽ നടത്തിയിരുന്നു. സമയമെടുത്താലും ആ ഭീകരരെ സൈന്യം കണ്ടെത്തും എന്നുള്ളത് ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതികരണത്തിൽ നിന്നും പ്രതിരോധ വിദഗ്ധരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് 100% ഉയർപ്പായിരുന്നു. ആ കാത്തിരിപ്പിനാണ് ഇന്നിപ്പോൾ അവസാനമായിട്ടുള്ളത്. പാർലമെന്റിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോഴാണ് അവിചാരിതമായി ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ മഹാദേവിലൂടെ ആ പഹൽഗാം ഭീകരാക്രമണം പ്രാദേശികമായി ഏകോപിപ്പിച്ച് അതിന്റെ ഗൂഢാലോചന നടന്നത് അതിർത്തിക്കപ്പുറത്ത് പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ ഇ തൊയ്ബയും പാകിസ്ഥാൻ ചാരസംഘടന ISIയും ചേർന്നുകൊണ്ടാണ് ഗൂഢാലോചന നടത്തിയെങ്കിൽ പഹൽഗാം ഭീകരാക്രമണം പ്രാദേശികമായി ഏകോപിപ്പിച്ചത് ലഷ്കർ ഇ തൊയ്ബയുടെ കശ്മീർ പതിപ്പായിട്ടുള്ള റെസിസ്റ്റന്റ് ഫ്രണ്ടിന്റെ കമാൻഡർ ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസയാണ് ഇന്നിപ്പോൾ ഓപ്പറേഷൻ മഹാദേവിലൂടെ സൈന്യം വകവരുത്തിയിട്ടുള്ളത്. കൂടാതെ മറ്റ് 2 പാകിസ്ഥാൻ ഭീകരരെയും ആ സൈന്യം വധിച്ചിട്ടുണ്ട്. അബു ഹംസ കൂടാതെ യാസിർ എന്നിവരെയാണ് വധിച്ചിട്ടുള്ളത്. 2 AK-47 തോക്കുകൾ, കൂടാതെ ഗ്രനേഡുകൾ, 17 ഗ്രനേഡുകൾ, പിസ്റ്റളുകൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കണ്ടെടുത്തിട്ടുണ്ട്. അതായത് സൈന്യം വ്യക്തമാക്കുന്നത് മറ്റൊരു ഭീകരാക്രമണത്തിന് പദ്ധതി തയ്യാറാക്കി അതിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ഈ 3 ഭീകരരെയും സൈന്യം വധിച്ചിട്ടുള്ളത് എന്നാണ്. അത്തരത്തിൽ വലിയ വിജയമാണ് സൈനിക നടപടി. ഓപ്പറേഷൻ മഹാദേവ് എന്ന സൈനിക നടപടിയെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഷോപ്പിയാൻ, പുൽവാമ, ദ്രാൽ തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സൈന്യം നടത്തിയിട്ടുള്ള വിവിധ ഓപ്പറേഷനുകളിൽ ലഷ്കർ ഇ തൊയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും എല്ലാം വിവിധ കമാൻഡർമാരെ സൈന്യം വകവരുത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ ദിവസങ്ങൾ എടുത്തുകൊണ്ട് നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിനും കൃത്യമായിട്ടുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ സൈന്യത്തിലെ ചിന്നാർ കോപ്സും 24 രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റും കൂടാതെ CRPFും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഷിം മൂസ എന്ന സുലൈമാൻ മൂസയെയും മറ്റു 2 പാകിസ്ഥാൻ ഭീകരരെയും സൈന്യം വധിച്ചത്. രോഹിണി. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.